പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത ഇന്ത്യയും ദക്ഷിണ കൊറിയയും. സംയുക്ത പ്രസ്താവനയിലാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഹ്വാനം. AI, കപ്പൽ നിർമ്മാണം, പ്രതിരോധം, സാമ്പത്തികം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തിന് ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ-മിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് ഇരു രാജ്യങ്ങളുടെയും സമാധാനത്തിനായുള്ള ആഹ്വാനം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇരു രാജ്യങ്ങളും സമാധാനത്തിനുള്ള സന്ദേശം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണ കൊറിയയും ഇന്ത്യയും സമാധാനത്തിനായി നിലകൊള്ളുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. वैश्विक तनाव के इस दौर में भारत और कोरिया मिलकर शांति और स्थिरता का संदेश देते हैं. हम अपने साझा प्रयासों से एक पीसफुल, प्रोग्रेसिव और इंक्लूसिव इंडो पैसिफिक के लिए योगदान देते रहेंगे. ഇരു രാജ്യങ്ങളും വിവിധ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചു. AI, കപ്പൽ നിർമ്മാണം, പ്രതിരോധം, സാമ്പത്തികം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരിക്കുമെന്ന ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ്. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള വ്യാപാര ബന്ധം $27 ബില്യൺ എത്തിയെന്ന് നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. ഇന്ന് രാവിലെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു. സ്വീകരണത്തിന് ശേഷം രാജ്ഘട്ടിലെത്തി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.